മക്കളെ, നമ്മുടെ ഓണപരീക്ഷയ്ക്ക് 8 മാർക്കിനോളം ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ കെമിക്കൽ ബോണ്ടിങ്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കൊവാലന്റ് ബോണ്ടിങ്ങും പിന്നെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം വരയ്ക്കാനും. നിങ്ങളോട് തീർച്ചയായിട്ടും ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം വരയ്ക്കാൻ കൊവാലന്റ് കോമ്പൗണ്ടിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും, അത് ഉറപ്പാണ്. സോ എന്താണ് കൊവാലന്റ് ബോണ്ട്? സി, ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ചോക്ലേറ്റ് കിട്ടി, നമ്മുടെ അനിയനും വീട്ടിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചേച്ചി നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മുടെ കയ്യിൽ ചോക്ലേറ്റ് കിട്ടി. അപ്പൊ ചേച്ചിനോട് ചേച്ചി പറയാണ്, എടാ എനിക്ക് നീ ഇത്തിരി ചോക്ലേറ്റ് തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് ഒരു പിന്നീട് എന്തെങ്കിലും അല്ലെ പരീക്ഷയ്ക്ക് പഠിക്കാൻ സഹായിക്കാം, അല്ലെങ്കിൽ അസൈൻമെന്റിന്റെ പേപ്പർ എഴുതിത്തരാം എന്ന് പറയാ അല്ലെ. അപ്പൊ രണ്ടു പേർക്കും ബെനിഫിറ്റാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇത് ചോക്ലേറ്റ് ഷെയർ ചെയ്യാനായിട്ട് തയ്യാറാവും. ഇതേപോലെ ആറ്റങ്ങൾ പരസ്പരം ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യും. വെറുതെ അങ്ങനെ ഷെയർ ചെയ്യോ? ഷെയർ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണം അല്ലെ. അല്ലെ പിന്നെ നമുക്ക് അത്രയും നല്ല മനസ്സായിരിക്കണം. അപ്പൊ നമ്മുടെ സിബ്ലിങ്സിന് ചോക്ലേറ്റ് കൊടുക്കാനുള്ള അത്ര നല്ല മനസ്സൊന്നും നമുക്കില്ലാന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പോ ഈ ആറ്റംസ് പരസ്പരം ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ? ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 8 ഇലക്ട്രോൺസ് ആകുന്നതിന് വേണ്ടി. ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആവാൻ എന്ന് പറഞ്ഞാല് ഒക്ടറ്റ് പൂർത്തിയാക്കാൻ അല്ലെങ്കിൽ അഷ്ടകം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട്. സോ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് വഴി ഉണ്ടാകുന്ന ബോണ്ടാണ് വാലന്റ് ബോണ്ട് അല്ലെങ്കിൽ സഹസംയോജക ബന്ധനം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ നോക്കാം. മക്കളെ, ഹൈഡ്രജനും ഹീലിയത്തിനും ഒരു പ്രത്യേകതയുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? എന്താ പ്രത്യേകത? ഹൈഡ്രജനും ഹീലിയവും ഒരിക്കലും ഒക്ടറ്റ് പൂർത്തിയാക്കാനല്ല ശ്രമിക്കുന്നത്, പകരം അവര് ഡുപ്ലെറ്റ് ആണ് അല്ലെ. ഹീലിയം എന്ന് പറയുന്നത് ഓൾറെഡി ഡുപ്ലെറ്റ് ആണ് എന്ന് പറഞ്ഞാൽ അവരുടെ വാലൻസ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ്. ആകെ ഒറ്റ ഷെല്ലേ ഉള്ളൂ, കെ ഷെല്ലേ ഉള്ളൂ. അതിൽ പരമാവധി 2 ഇലക്ട്രോൺ ആണ്. അപ്പൊ അവര് സ്റ്റേബിൾ ആണ്. സോ ഹൈഡ്രജൻ എപ്പോഴും ഡുപ്ലെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. ഓക്കെ, 2 ഇലക്ട്രോൺസിനെ അവർ ഷെയർ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവർ എന്താ ചെയ്യാൻ പറ്റുക? ഇപ്പൊ നിങ്ങൾ ഹൈഡ്രജൻ മോളിക്യൂള്, ഫ്ലൂറിൻ മോളിക്യൂള്, നൈട്രജൻ മോളിക്യൂള്, ഓക്സിജൻ മോളിക്യൂൾ ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലെ. 2 ഓക്സിജൻ ആറ്റം, 2 നൈട്രജൻ ആറ്റം, 2 ഫ്ലൂറിൻ ആറ്റം, 2 ഹൈഡ്രജൻ ആറ്റം ഇങ്ങനെ കമ്പൈൻ ചെയ്തിരിക്കുക. അപ്പൊ ഇങ്ങനെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് എന്താണ് ബെനിഫിറ്റ് ഉണ്ടാവുക? നമുക്ക് നോക്കി നോക്കാം അല്ലെ. ഇപ്പൊ ഹൈഡ്രജൻ എടുത്താൽ ഹൈഡ്രജന്റെ വാലൻസ് ഷെല്ലില് ഒരേ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ഇനി തൊട്ടപ്പുറത്ത് വേറൊരു ഹൈഡ്രജൻ ഇരിക്കുകയാണ്, അവന്റെയും വാലൻസ് ഷെല്ലിലുള്ളത് ഒരേ ഒരു ഇലക്ട്രോൺ. അപ്പൊ ഇവര് രണ്ടുപേർക്ക് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താല് ഇവർക്ക് ഒരിക്കലും ഡുപ്ലെറ്റ് പൂർത്തിയാക്കാൻ പറ്റില്ല. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ഒരു തീരുമാനത്തിലെത്തും, എന്നാൽ നമുക്ക് 2 പേർക്ക് ഷെയർ ചെയ്യാം. എന്റെ കയ്യിലുള്ള ഒരു ഇലക്ട്രോണിനെ നിനക്ക് തരാം, അപ്പൊ നിനക്ക് 2 ആവും. അപ്പൊ അവൻ പറയും, എന്നാ ഞാൻ എന്റെ കയ്യിലുള്ള ഒരു ഇലക്ട്രോണെ നിനക്ക് തരാം, അപ്പൊ 2 പേർക്കും ഷെയർ ചെയ്യാം. അപ്പൊ 2 പേർക്കും 2 ഇലക്ട്രോൺസിനെ വീതം കിട്ടും. ഇങ്ങനെ ഇവര് ഈ ഒരു ഐഡിയയിലേക്ക് എത്തും. അങ്ങനെ ഇവര് 2 പേരും ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യും. അപ്പൊ നമുക്ക് ഇതിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം വരച്ച് ഒന്ന് മനസ്സിലാക്കാം. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം വരയ്ക്കുന്ന സമയത്ത് എന്റെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക, എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ മാത്രമാണ് ഇലക്ട്രോൺ ഡോട്ടിലൂടെ കാണിച്ചു കൊടുക്കേണ്ടത്. ഇപ്പൊ ഹൈഡ്രജന്റെ വാലൻസ് ഷെല്ലിലുള്ളത് ഒരു ഇലക്ട്രോൺ ആണ് അല്ലെ. അപ്പൊ ഇലക്ട്രോൺ ഡോട്ട് വരയ്ക്കുമ്പോൾ ഞാൻ ഒറ്റ ഒന്നിനെ വരച്ചാൽ മതി. ഇനി തൊട്ടപ്പുറത്ത് മറ്റേ ഹൈഡ്രജൻ ഉണ്ട്, അവന്റെ കയ്യിലും ഒരു ഇലക്ട്രോണാ. ഇനി ഇവരെന്താ ചെയ്യാ? 2 പേരും ഷെയർ ചെയ്യാണ്. ഈ ഹൈഡ്രജനും ഷെയർ ചെയ്യും, ഈ ഹൈഡ്രജനും ഷെയർ ചെയ്യും. എന്റെ കുഞ്ഞുങ്ങളെ നോക്കിക്കേ, 2 പേർക്കും ഇപ്പോ 2 ഇലക്ട്രോൺ ആയി. 2 പേരും ഡുപ്ലെറ്റ് പൂർത്തിയാക്കി, 2 പേരും സ്റ്റേബിൾ ആയി. ഇങ്ങനെ ഷെയറിങ് ചെയ്താൽ നമുക്ക് ഇതിനെ കൊവാലന്റ് ബോണ്ട് അല്ലെങ്കിൽ സഹസംയോജക ബന്ധനം എന്ന് വിളിക്കാം. ഇനി നമുക്ക് വേഗം തന്നെ ഒരു ഓക്സിജൻ മോളിക്യൂള് നോക്കാം. ഓക്കെ, O2 അല്ലെ. 2 ഓക്സിജൻ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിരിക്കുക. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 8 ആണ്. 2 6 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ ഇലക്ട്രോൺ ഡോട്ട് വരയ്ക്കുമ്പോൾ മിസ് എത്ര ഡോട്ട് വരയ്ക്കണം? ഓക്സിജന്റെ വാലൻസ് ഷെല്ലിലുള്ളത് 6 ഇലക്ട്രോൺ ആണ് അല്ലെ. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഡയഗ്രാം വരയ്ക്കുമ്പോൾ മിസ് 6 ഡോട്ട് വരയ്ക്കണം. സോ അതാ ഓക്സിജനെ എടുക്കുന്നു, നോക്കിക്കോ, 1 2 3 4 5 6 അല്ലെ. ഇനി തൊട്ടപ്പുറത്ത് മറ്റൊരു ഓക്സിജനായിട്ട് ഇരിക്കുന്നുണ്ട്, 1 2 3 4 5 6. ഇവര് 2 പേരും ഒക്ടറ്റ് ആക്കാൻ അല്ലെങ്കിൽ അഷ്ടകം പൂർത്തിയാക്കാൻ എത്ര ഇലക്ട്രോണ് വീതം വേണം മക്കളെ? ഇവർക്ക് 2 പേർക്കും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 6 ഇലക്ട്രോൺ ആണ് വാലൻസ് ഷെല്ലിലുള്ളത് അല്ലെ. 8 ആകുമ്പോഴാണ് നമ്മൾ ഒക്ടറ്റ് പൂർത്തിയാക്കി, അഷ്ടകം പൂർത്തിയാക്കി എന്ന് പറയാ അല്ലെ. ഒക്ടറ്റ് പൂർത്തിയാക്കാൻ, അഷ്ടകം പൂർത്തിയാക്കാൻ ഇവർക്ക് 2 പേർക്കും 2 ഇലക്ട്രോൺസ് വീതം വേണം. അപ്പൊ ഇവരെന്താ ചെയ്യാ? വിട്ടുകൊടുക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലെ. ഒരാള് മാത്രം വിട്ടുകൊടുക്കുന്ന
മറ്റേയാളെ മേടിക്കുന്നു, പറ്റുമോ? പറ്റില്ല. 2 പേർക്കും ഒക്ടറ്റ് പൂർത്തിയാക്കണം. 2 പേർക്ക് 2 ഇലക്ട്രോൺ വേണം. അപ്പൊ എന്ത് ചെയ്യും? 2 പേരും 2 ഇലക്ട്രോൺസ് വീതം ഷെയർ ചെയ്യാൻ തയ്യാറാവും അല്ലെ. ഒരു ഓക്സിജൻ 2 ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുന്നു. ദാ ഇങ്ങനെ 2 ഇലക്ട്രോൺ ഷെയർ ചെയ്തു. അപ്പൊ ഇവിടെ നോക്കിക്കോ, 1 2 3 4 5 6 7 8, അവൻ 8 ഇലക്ട്രോൺ ആയി. ഇനി അടുത്ത ഓക്സിജൻ ആറ്റവും 2 ഇലക്ട്രോണിനെ ഷെയർ ചെയ്തു. നോക്ക്, വരയ്ക്കുമ്പോ നല്ല ഭംഗിയുള്ള റൗണ്ട് ആയിട്ട് വരയ്ക്കണം കേട്ടോ. മിസ് വരയ്ക്കുന്നത് പോലെ കാക്കിരി പൂക്കിരി വരയ്ക്കരുത്. നോക്കിക്കേ, ഇപ്പൊ 2 പേര് എന്ത് ചെയ്തു? 2 ഇലക്ട്രോൺസിനെ വീതം ഷെയർ ചെയ്യപ്പെട്ടു അല്ലെ. ഈ ഓക്സിജൻ ആറ്റോ 2 ഇലക്ട്രോണിനെ കൊടുത്തു, ഇവനും 2 ഇലക്ട്രോണിനെ കൊടുത്തു. അങ്ങനെ 2 പേരും ഒക്ടറ്റ് പൂർത്തിയായി. ഓക്കെ, അപ്പൊ ഇവിടെ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ വന്നതുകൊണ്ട് ഇതും ഒരു കോവാലന്റ് ബോണ്ട് ആണ് എന്ന് പറയാം. ഈ ഹൈഡ്രജനിലെ കോവാലന്റ് ബോണ്ടും ഓക്സിജനിലെ കോവാലന്റ് ബോണ്ടും തമ്മിൽ എന്താ പ്രത്യേകത? ഹൈഡ്രജനിലെ കോവാലന്റ് ബോണ്ടിൽ ഒരു ഇലക്ട്രോൺ പെയർ മാത്രമേ ഉള്ളൂ അല്ലെ. ഓക്സിജൻ ആണെങ്കിൽ ഇവിടുത്തെ കോവാലന്റ് ബോണ്ടിൽ 2 ജോഡി ഇലക്ട്രോൺസ് ഉണ്ട്, 2 ഇലക്ട്രോൺ പെയർ ഉണ്ട്. മക്കളെ, ഒറ്റ ജോഡി ഇലക്ട്രോൺസ് മാത്രമാണ് ഷെയർ ചെയ്തതെങ്കിൽ നമുക്കതിനെ ഒരു സിംഗിൾ കോവാലന്റ് ബോണ്ട്, ഓക്കെ, സിംഗിൾ കോവാലന്റ് ബോണ്ട് അല്ലെങ്കിൽ ഏകബന്ധനം എന്ന് പറയാം. ഇനി ഇതിന് പകരം 2 ജോഡി ഇലക്ട്രോൺസ് ആണ് ഷെയർ ചെയ്തപ്പെട്ടതെങ്കിൽ നോക്കിക്കേ, നമുക്കതിനെ എന്ത് വിളിക്കാം? 2 ജോഡി. അപ്പൊ 2 ബോണ്ട് ആയില്ലേ. സോ ഡബിൾ ബോണ്ട് എന്ന് വിളിക്കാം കേട്ടോ. ഡബിൾ ബോണ്ട് അഥവാ ദ്വിബന്ധനം നമ്മൾ അതിനെ പറയും. ഓക്കെ, അപ്പൊ 3 ജോഡി ഇലക്ട്രോൺസ് ഷെയർ ചെയ്താലോ? 3 ജോഡി ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടട മക്കളെ, അതാണ് നമ്മുടെ നൈട്രജൻ മോളിക്യൂൾ. നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7 2 5. വാലൻസ് ഷെല്ലിലുള്ളത് 5 ഇലക്ട്രോൺ. ഒക്ടറ്റ് പൂർത്തിയാക്കാൻ എത്ര ഇലക്ട്രോൺ വേണം? 3 ഇലക്ട്രോൺ വേണം. അപ്പൊ നൈട്രജൻ എന്ത് ചെയ്യും? 2 നൈട്രജൻ ആറ്റങ്ങൾ നമുക്കങ്ങ് ബോണ്ട് ഫോം ചെയ്താലോ എന്ന് ചോദിക്കല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും? 2 പേർക്ക് 3 ഇലക്ട്രോൺസ് വീതം വേണം. സോ 2 പേരും 3 ഇലക്ട്രോൺസിനെ വീതം ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങും അല്ലെ. അങ്ങനെ നമുക്കിനി ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കാം. എത്ര ഡോട്ട് മിസ് ഇടണം? നൈട്രജന്റെ വാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ ആണ് അല്ലെ. സോ 5 ഡോട്ട് വരയ്ക്കാം. 1 2 3 4 5. 3 ഷെയർ ചെയ്യുന്നോണ്ടാ 3 ഒന്നിച്ച് വരച്ചത് കേട്ടോ. ഇനി അടുത്തത് തൊട്ടടുത്ത നൈട്രജൻ ഇവിടെ ഇരിക്കുന്നു. 1 2 3 4 5 അല്ലെ. ഇപ്പൊ 5 എണ്ണേ ഉള്ളൂ, 3 വേണം. സോ 2 പേര് 3 ഇലക്ട്രോൺസിനെ വീതം ഷെയർ ചെയ്യാൻ തുടങ്ങും. ഇവന് ഇപ്പൊ എത്ര ഇലക്ട്രോൺ ആയി? 3 6 8 കിട്ടി, ഒക്ടറ്റ് ആയി. ഇനി അടുത്ത നൈട്രജൻ നോക്ക്, ഇവന് എന്ത് ചെയ്തു? നോക്കിക്കേ, റൗണ്ട്. ഓക്കെ, നോക്കിക്കേ, 1 2 3 4 5 6 7 8. യെസ്, 2 പേരും ഒക്ടറ്റ് പൂർത്തിയാക്കി അല്ലെ. 2 പേരും ഒക്ടറ്റ് പൂർത്തിയാക്കി. അങ്ങനെ ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചു 2 പേരും ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തു. 3 ജോഡി ഇലക്ട്രോൺസ് ആണ് ഇവിടെ ഷെയർ ചെയ്യപ്പെട്ടത് അല്ലെ. 3 ജോഡി ഇലക്ട്രോൺസ് ഷെയർ ചെയ്താൽ അത്തരം കോവാലന്റ് ബോണ്ടുകളെ നമുക്ക് എന്ത് വിളിക്കാം? ആലോചിച്ച് നോക്ക്. ട്രിപ്പിൾ ബോണ്ട് അല്ലെ. ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട് അഥവാ ത്രിബന്ധനം എന്ന് പറയാൻ സാധിക്കും. അപ്പൊ കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് വഴി ഉണ്ടാവുന്ന ബോണ്ടാണ് അല്ലെ. ഇനി ഒരു ജോഡി ഇലക്ട്രോൺസിനെയാണ് പങ്കുവെക്കുന്നതെങ്കിൽ അത് ഏകബന്ധനം അല്ലെ, സിംഗിൾ കോവാലന്റ് ബോണ്ട്. 2 ജോഡി ഇലക്ട്രോൺസ് ആണെങ്കിൽ ഡബിൾ ബോണ്ട് ആണ്. 3 ജോഡി ഇലക്ട്രോൺസ് ആണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ആണ് എന്ന് പറയാൻ സാധിക്കും. ക്ലിയർ ആയോ എന്റെ മക്കൾക്ക്? സോ ഇത്രയേ ഉള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. തീർച്ചയായിട്ടും എന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കുക. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് 10 മാർക്കിന്റെ ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക് ആണ്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. സോ ഇനി അങ്ങോട്ട് നമ്മുടെ ഊഴമാണല്ലേ, നമ്മുടെ ഓണപരീക്ഷ വരികയാണ്. മക്കളെ പേടിക്കരുത്. പക്ഷെ നമ്മൾ അടിപൊളിയായിട്ട് കോൺഫിഡന്റ് ആയിട്ട് പഠിച്ചു തുടങ്ങാം. ഇതുവരെ കെമിസ്ട്രി ഒന്നും പഠിച്ചിട്ടില്ല, കുഴപ്പമില്ല. ഈ ഒരു വീഡിയോയോട് കൂടിയിട്ട് നിങ്ങൾ അങ്ങോട്ട് പഠിച്ചു തുടങ്ങുക. നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും മിസ്. ഓണപരീക്ഷയ്ക്ക് നിങ്ങളിൽ 40ൽ 40 മാർക്ക് തന്നെ മേടിച്ചു തരാനായിട്ട് കൂടെ തന്നെ ഉണ്ടാവും. ഓണപരീക്ഷ നമ്മൾ പുഷ്പം പോലെ സെറ്റ് ആക്കും. സോ ഓണപരീക്ഷയ്ക്ക് കെമിസ്ട്രിയിൽ 40 മാർക്ക് മേടിക്കാൻ റെഡി ആയിട്ടുള്ള എല്ലാവരും മിസ്സിന് താഴെ ഒരു ഫയർ ഇമോജി തരണം. പിന്നെ നിങ്ങൾക്ക് ഇനി ഇതുപോലെ ഏതെങ്കിലും ടോപ്പിക് വേണം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു. സോ ദിസ് ഇസ് മീ, നിങ്ങളുടെ സ്വന്തം മിഥില മിസ്, സൈനിങ് ഓഫ്. ബൈ.